നവമാധ്യമങ്ങളിലെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന പരാതിയിൽ ഹണി റോസിന്റെ മൊഴിയെടുത്ത് പോലീസ്. ഇന്നലെ സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തിയ ഹണി റോസ് മൊഴി നൽകി. ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. മോശം കമന്റ് ഇടുന്നവർക്കെതിരെ കേസെടുക്കാനാണ് പോലീസിന്റെ നീക്കം. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ശക്തമായ അന്വേഷണവുമായി സെൻട്രൽ പോലീസ് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നിരീക്ഷിച്ചു വരുന്നു. അതിൽ കൂടുതൽ അശ്ലീല കമന്റുകളോ മോശം പരാമർശമോ നടത്തുന്നവർക്കെതിരെ ഉടനടി കേസെടുക്കാനാണ് തീരുമാനം. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് നടി നേരിട്ട് സെൻട്രൽ സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. 27 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. ഇതിൽ പരമാവധി കൂടുതൽ അക്കൗണ്ടുകൾ ഫേക്ക് അക്കൗണ്ടുകളാണ്. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം തലവേദനയാണ്. എന്നാൽ ബാക്കി അക്കൗണ്ടുകൾ, ഈ ഇതര ജില്ലകളിൽ നിന്നുള്ള ആളുകളുടെ അക്കൗണ്ടുകളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ഇതര ജില്ലകളിൽ നടക്കം അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം ഈ ഹണി റോസിനെ സംബന്ധിച്ച് വന്ന വാർത്തകൾ, മറ്റ് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്ക് താഴെ ചില കമന്റിട്ട ആളുകളുണ്ട്. അവരുടെ സ്ക്രീൻഷോട്ട് അടക്കം നടി ഇന്നലെ കൈമാറിയെന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി അവരെത്തിയാണ് മൊഴി നൽകിയത്. അതിനു മുമ്പുള്ള ദിവസം നേരിട്ടെത്തി പരാതി നൽകുകയും ചെയ്തു. ഒരു തുറന്ന യുദ്ധത്തിന് ഇന്നലെ തന്നെ ഹണി റോസ് പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് അവർ ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പോലീസ് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. അതായത് ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കേണ്ടത് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആലോചനയിലേക്കാണ് പോലീസ് എത്തിയത്. അതുകൊണ്ട് പരമാവധി അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. ഉന്മേഷ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.